കൃത്യമായാൽ മാത്രമേ അതിൽ എന്ത് ന്യൂനതയുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒന്നോ രണ്ടോ വാചകങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് കോടതിയിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരം. എന്ത് തെളിവിൻ്റെ അടിസ്ഥാനമാണ് എന്നുള്ളത് ആ വിധിപ്പകർപ്പ് കിട്ടി അത് പഠിച്ചതിന് ശേഷം മാത്രമേ അതിൽ പ്രതികരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴും അമ്മ ഇതിൽ ശക്തമായി തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നു എന്ന കാര്യത്തിലോ? അതെ, ആ രീതിയിൽ തന്നെയാണ് നമ്മൾ പ്രോസിക്യൂഷൻ്റെ വാദവും കോടതി ട്രയലിൽ നമ്മൾ അവതരിപ്പിച്ചതും പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചതും എല്ലാം ആ രീതിയിൽ തന്നെയാണ്. വെല്ലുവിളി നിറഞ്ഞ കേസ് തന്നെയായിരുന്നു, സാക്ഷികളുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീടുണ്ടായ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ, മൊബൈൽ ചാറ്റിങ്, വോയിസ് റെക്കോർഡ്സ്, അതുപോലെ തന്നെ അതിനു മുമ്പുണ്ടായ സംശയകരമായ സാഹചര്യങ്ങൾ, ഗ്രീഷ്മ ഷാരോണിൻ്റെ ചേട്ടനോട് കൊടുത്ത കഷായങ്ങളുടെ പേരുകൾ, അത് മാറ്റി പറഞ്ഞ കാര്യങ്ങൾ, ചില ഫോട്ടോകൾ കഷായത്തിൻ്റെതാണെന്ന് പറഞ്ഞ് എടുത്ത് കൊടുത്തിരുന്നത്, ഇതാണ് കൊടുത്തതെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കൽ, ഇതെല്ലാം തന്നെ ഈ കുറ്റകൃത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന നിർണായകമായ തെളിവുകൾ ഉണ്ടായി. പിന്നെ ആന്തരികാവയവങ്ങൾ നശിച്ചു എന്ന് പറഞ്ഞപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട വിദഗ്ധ ഡോക്ടർമാരുടെ അഭിപ്രായങ്ങളും അവരുടെ ഒപ്പീനിയനും നമ്മൾ തേടിയിരുന്നു. അതും ഈ കേസിൽ വളരെ നിർണായകമായിട്ടുള്ളതാണ്. ഇതൊരു സാധാരണ ഭക്ഷ്യവിഷബാധ ആയിട്ടുള്ള ഒരു മരണം എന്നുള്ള നിലയിൽ തീരേണ്ട ഒരു കേസായിരുന്നു. എപ്പോഴാണ് ഈ കേസിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാവുന്നത്? ഭക്ഷ്യവിഷബാധ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആന്തരികാവക പരിശോധനയിൽ ഭക്ഷണത്തിൻ്റെതായിട്ടുള്ള അംശങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സംശയകരമായ സാഹചര്യത്തിൽ അവസാനം പോയ വീട് എന്ന് പറയുന്ന ഗ്രീഷ്മയുടെ വീടാണ്. തിരികെ വന്നതിന് ശേഷം അയാൾ ഭക്ഷണം ഒന്നും കഴിച്ചിരുന്നില്ല. അന്നനാളവും മറ്റും പൂർണ്ണമായിട്ടും പൊള്ളി നശിച്ച നിലയിലായിരുന്നു. വെള്ളം പോലും ഇറക്കാൻ ബുദ്ധിമുട്ടിയിരുന്നു എന്ന് ഡോക്ടർമാരുടെ മൊഴിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഭക്ഷണത്തിൽ നിന്നും കൂടെ പോയ ആളുണ്ട്, അയാൾക്കും ഇവനും ഒന്നിച്ചാണ് പോയത്. അവർക്കൊന്നും തന്നെ യാതൊരുവിധ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ വെച്ചാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായതും അത് ആസൂത്രിതമാണെന്നും നമുക്ക് പിന്നീട് വളരെയധികം സംശയം തോന്നിയാണ് അന്വേഷണം. ഒപ്പം അവിടെ പോയ റിജിന്റെ മൊഴി നിർണായകമായിരുന്നു അല്ലേ? ഈ സംഭവം നടന്ന ശേഷം പിന്നീട് ഛർദ്ദിക്കുന്നതൊക്കെ കണ്ടു എന്ന് പറഞ്ഞു. അതെ, റിജിനാണ് കൂടെ പോയത്. വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ഉടനെ തന്നെ റിജിൻ്റെ മുമ്പിൽ വെച്ചാണ് ഛർദ്ദിക്കുന്നത്. അതിന് പച്ച കളറായിരുന്നു. പിന്നെ 3 സ്ഥലങ്ങളിൽ വെച്ചിട്ടും പയ്യൻ ഛർദ്ദിക്കുകയും റിജിനോട് തന്നെ അവൾ എന്നെ ചതിച്ചു എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. വന്നിട്ട് പിന്നെ അവശനായ ഇയാൾ പിന്നീട് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുവന്നവർ. അതുകൊണ്ട് ഇവർ പോയ സമയത്ത് പുറപ്പെട്ട് വീട്ടിൽ നിന്നും ഗ്രീഷ്മയുടെ വീട്ടിലെത്തുന്നവരെയുള്ള CCTV ഫുട്ടേജുകളിലെല്ലാം തന്നെ ഇവർ കടന്നു പോകുന്ന ദൃശ്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ FSL വഴി ശാസ്ത്രീയമായിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുള്ള തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട്. ഈ ഷാരോൺ ആശുപത്രിയിൽ കിടന്ന സമയത്ത് പോലും പറഞ്ഞിരുന്നത് ഈ പെൺകുട്ടി അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ നിന്നും പിന്നീട് എങ്ങനെയാണ് സാർ കേസ് ഇങ്ങനെ മാറ്റി ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ല എന്നുള്ള ചോദ്യമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പറച്ചിലോ ഉണ്ടായിട്ടില്ല. ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ പയ്യന് അവൾ എന്തോ കലക്കി കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ അവന് സംഭവിച്ചതെന്ന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വരുന്ന വഴിക്ക് തന്നെ കൂട്ടുകാരനോട് പറഞ്ഞത് അവൾ എന്നെ ചതിച്ചു എന്ന് പറഞ്ഞത്. പിന്നീട് മരണപ്പെട്ടു പോകുമെന്ന് ഏകദേശം 90% ഉറപ്പായ സമയത്താണ് മരിക്കുന്നതിൻ്റെ ദിവസം രാവിലെ 5 മണിക്ക് ICUവിൽ കയറിയ അച്ഛനോട് ഈ കാര്യങ്ങളെല്ലാം ഈ പയ്യൻ പറയുന്നത്. ഒരു ഡൈയിങ് ഡിക്ലറേഷന് തുല്യമാണ്. അന്ന് ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടത്തിലൊന്നും ഗ്രീഷ്മ ഇത് സമ്മതിക്കാൻ തയ്യാറായില്ല. ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല, അവന് എന്തോ കഴിച്ചിട്ട് വന്ന മറ്റെന്തോ ഭക്ഷണം കഴിച്ചതിൽ വെച്ചുണ്ടായതാണ്, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള വളരെ നിഷ്കളങ്കമായിട്ടാണ് പെരുമാറിയത്. പക്ഷേ തെളിവുകൾ നിരത്തി അതിനെ വെച്ച് ചോദിച്ചപ്പോഴാണ് കുറ്റം സമ്മതിച്ചത്. അന്നത്തെ ആ ജ്യൂസ് ചലഞ്ചിന്റെ വീഡിയോ, കയ്യിൽ 2 ജ്യൂസ് ബോട്ടിലൊക്കെ പിടിച്ചു നിൽക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ ജ്യൂസിന്റെ കളർ കണ്ടാൽ തന്നെ ചെറിയ സംശയം തോന്നുമായിരുന്നു. അത് എത്രത്തോളം നിർണായകമായി? അത് ശരിയാണ്. അത് 2 ജ്യൂസിനും വ്യത്യസ്തമായ കളറാണ്. ഒന്ന് കുറച്ചുകൂടി ഡാർക്കായിരുന്നു, ഒന്ന് കുറച്ച് ലൈറ്റായിരുന്നു. ഈ ഡാർക്ക് ആയിട്ടുള്ള ജ്യൂസിലാണ് ഈ പെൺകുട്ടി അന്ന് വീട്ടിൽ നിന്നും ESI ഹോസ്പിറ്റലിൽ നിന്നും വാങ്ങിയ ഈ പാരസെറ്റമോൾ ഗുളിക പൊടിച്ച് ചേർത്തത്. അതാണ് ഇയാൾക്ക് ആദ്യം കൊടുക്കുന്നത്. പക്ഷെ അതിൻ്റെ അരുചി കാരണം അയാൾ കുടിച്ചിറക്കിയില്ല. അപ്പോഴാണ് ആ ഉദ്യമം വിജയിക്കില്ല എന്ന് കണ്ടിട്ട് ആ പ്ലാൻ മാറ്റിയിട്ട് വേറെ പ്ലാനുകളിലേക്ക് കടക്കുന്നത്. സാർ, നാളെ ഇപ്പോൾ ശിക്ഷ വിധിക്കുകയാണ്. എന്താണ് പ്രതീക്ഷിക്കുന്നത്? ശിക്ഷ ഈ പറയുന്ന കുറ്റം തെളിഞ്ഞതിനുള്ള പരമാവധി ശിക്ഷ തന്നെ ഉണ്ടാവുന്നതാണ് പ്രതീക്ഷ. ഒരാൾക്കെതിരെ ഇപ്പോൾ ഗൂഢാലോചന കുറ്റം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്, അമ്മാവനെതിരെ. ഗൂഢാലോചനയല്ല, തെളിവ് നശിപ്പിക്കുന്നത്. അതെ, 7 വർഷം വരെ തടവ് കിട്ടാണ്. ബാക്കിയുള്ള ജീവനിന്റെ അടക്കമുള്ള തടവ് ഒന്നാം പ്രതി കിട്ടും. ഈ സിന്ധുവിന്റെ കാര്യത്തിൽ എങ്ങനെ മുന്നോട്ട് പോകും? അത് വിധിന്യായം മുഴുവനായിട്ട് വായിച്ച് പഠിച്ചാലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. ചെറിയ കോടതി പറഞ്ഞ പരാമർശങ്ങൾ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ 2-3 വാക്കുകൾ പറഞ്ഞ വിധി മാത്രമല്ലേ നമ്മൾ കേട്ടിട്ടുള്ളൂ. 506 പേജുള്ള ആ ഇത് കിട്ടിയാൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട്